ഗൈസ് ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കും താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്, പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ എന്റെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പൊ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ്. ഞാൻ വെഡിങ്ങിന് കുറെ ഇതൊക്കെ ചെയ്തത്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ 100 രൂപ ഇട്ടപ്പോ എനിക്ക് പിന്നെ 300 രൂപയൊക്കെ കിട്ടി. അതൊക്കെ വിചാരിച്ചല്ല. അപ്പൊ അത് പിന്നെ ഭയങ്കര നഷ്ടമായി. അതിന് കുറെ ക്യാഷൊക്കെ ഇറങ്ങി. അങ്ങനെ ഭയങ്കര സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി. ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സന്തോഷമുണ്ട്, ഒരു ചെറിയൊരു ദുഃഖമുണ്ട്. ആദ്യം നമുക്ക് സന്തോഷം തന്നെ പറയാം. അതായത് ബെറ്റിംഗ് ആപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മല്ലു ഫാമിലി വയനാടൻ ബ്ലോഗ്, പിന്നെ നമ്മുടെ തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് എന്ന് തന്നെ പറയാം. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. കാരണം തൊപ്പിയുടെ ലേബലിലാണ് ആ പെണ്ണിനെ നമ്മൾ അറിയാൻ തുടങ്ങുന്നത്. ഫസ്മിയ അതാന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. ഓൾറെഡി നമ്മൾ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചുപോയി ഗൈസ്, അടിച്ചുപോയി. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക. പിന്നെ ഒരു പെൺകുട്ടി എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കേസ് വിട്ട് ഓർത്തത് പോലും ഇല്ലായിരുന്നു. രാവിലെ ഒരു പെൺകുട്ടി എനിക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല, ഈ പറയുന്ന വ്യക്തികളുടെ ഒക്കെ ചാനൽ അടിച്ചു പോയെന്നും പറഞ്ഞിട്ട് ആ കൊച്ചാണ് എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത്. ആ കുട്ടിയുടെ വോയിസ് ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് നമുക്ക് ഈ പറയുന്ന മല്ലു ഫാമിലിയുടെ ഒരു വീഡിയോ, നേരത്തെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഗൈസ് ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കും താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്, പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ ആണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചു. താത്തയെന്നങ്ങാണ്ട് പറയുന്നത് എന്തുവാ? ഓക്കെ, കോഴിക്കോട് ലാംഗ്വേജ് താത്തെന്നോ ചേട്ടനോ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ചേട്ടൻ തന്നെ നമുക്കറിയാം. ആ മാല കൊണ്ട് കൊടുക്കുന്ന ഇയാളുടെ തന്നെ മാലയാണ്, അതായത് ഈ സുജന്റെ മാലയാണ്. അത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സുജന്റെ മാല തന്നെ കൊണ്ടുപോയി അതൊരു പാക്കറ്റ് ആക്കി അതുകൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. പിന്നെ വലിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ ആകുന്നതാണ്. നമുക്കത്ര അതൊന്ന് വെച്ച് നോക്കാം. മാലയാണ് ഗൈസ്. ഞാൻ വന്നപ്പോഴത്തേനും ഷാക്കിറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചോണ്ടിരിക്കാൻ കേട്ടോ. ഇവർക്ക് ഇപ്പൊ തന്നെയാണ് പണി, വേറൊരു പണിയില്ല. അപ്പൊ ഞാൻ താട്ടയ്ക്ക് നിന്നിട്ട് താട്ടൻ നിക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ എന്നെ വല്ലാണ്ട് ഡബ്ബം വന്നു ഗൈസ്. പിന്നെ ഞാൻ ഓർത്തു അവൻ വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ച് കൊടുത്തു. അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയായിരുന്നു എൻ്റെ അടുത്ത്. അവനത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അവന് കൊടുക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടയ്ക്ക് വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ. എൻ്റെ പ്രൊഫൈലിൽ കയറുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിലും ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സംഭവം അവിടെ കൊണ്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കത് ഇങ്ങനെ വരും, അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഇൻഡു ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബിഗ് സ്മാൾ 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് സ്മാൾ കൊടുത്തിട്ട് ഗെയിമിനെ പറ്റി വല്ല സംശയമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ട് അതിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിക്കുക. അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ വന്നിട്ട് സ്റ്റോറിയിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടത് വെച്ചാൽ ചോദിക്കുക, അതിനുള്ള മറുപടി ഞാൻ ഇവിടെ പറയാം. ഓക്കെ, ഇതിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാണ് മേലേക്കുള്ള വോയിസ്, മേലേക്കുള്ള വീഡിയോകൾ എല്ലാം കണ്ട് നോക്കി നോക്കട്ടോ. ഇപ്പോഴും കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിക്കേണ്ട ഏട്ടാ എന്താണ് യൂടിആർ എന്താണ് ഫോൺ പേ റീചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ അടി കാണിക്കുന്ന ആ ഒരു നമ്പറാണ് യൂടിആർ നമ്പർ. ഞാൻ അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒന്ന് മേലേക്കുള്ള വോയിസുകളും മേലേക്കുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, കളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കയറി നോക്കി നോക്കട്ടോ. കാരണം ബിഗ് കണ്ടമാനം അടുപ്പിച്ച് വരുന്നുണ്ട്. മറിച്ച് വെക്കാൻ പൈസ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. സൂക്ഷിച്ച് കളിക്കുക. 3 ബിഗ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അവരുടെ ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചെല്ലാം നിങ്ങൾ കേട്ടല്ലോ, എങ്ങനെയൊക്കെയായിരുന്നു അവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കും. ആ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവസാനം എന്താണ് അവരുടെ അവസ്ഥ? ഇപ്പോൾ അവരുടെ ചാനൽ പോലും ഇല്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവർക്ക് മെസ്സേജ് അയച്ചാൽ പോലും ഇവർ റിപ്ലൈ പോലും കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു കൊച്ചാണ് എനിക്കൊരു വോയിസും കാര്യങ്ങളും ഇട്ടെ. ഇത് അടുത്ത നമ്മുടെ ഫസ്മിനയുടെ ഒരു വീഡിയോ ആണ്. ഫസ്മിനയുടെ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇന്ന് നമ്മൾ എന്റെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പൊ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ പള്ളി നിക്കറിട്ട് നിൽക്കാൻ കഴിക്കേണ്ടി വരും. സോ ഐ തോട്ട് ഐ ഗോ ടു ഡ്രസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രസ്സ് എക്സൈറ്റ് ഞാൻ കാണിച്ചു തരത്തില്ല, പക്ഷെ കുറെ ഡ്രസ്സ് ഇട്ടേണ്ടി വരുമല്ലോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൈ ഡാഡി ആൻഡ് മമ്മി. അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പഠിപ്പിച്ചെന്താ എനിക്കറിയില്ല. ഡാഡി ഭയങ്കര കൂളാണ് ഗൈസ്. പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വെയിലായിരുന്നു. ദിസ് ഇസ് മൈ ഉള്ളി സിസ്റ്റർ. അപ്പൊ വെയിലാണ് നിൽക്കാൻ കരിയണമെന്ന് വെച്ചാൽ ഷാളൊക്കെ ഇട്ട് വമ്പൻ ഷോ കാണിച്ചാണ് പോകുന്നത്. ഏതായാലേ നിൽക്കാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരുന്നാണ്. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡിങ് കളക്ഷൻസിലെത്തി. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ആപ്പ് പ്രൊമോഷൻ സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ ഇൻസ്റ്റാഗ്രാമുകാർക്ക് റിക്വസ്റ്റ് കൊടുത്ത് അതിനുശേഷമാണ് അവർ തന്നെയാണ് ഈ ചാനൽ അടിച്ചു കളഞ്ഞത്. ഇൻസ്റ്റാഗ്രാമുകാരനാണ് ചാനൽ അടിച്ചു കളയുക ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടി എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടെന്ന്. നമുക്ക് ആ വോയിസിലോട്ടൊന്ന് പോവാം. അപ്പോൾ എത്ര പേര് ഇവർ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ആ കുട്ടിയുടെ 8000-ഓളം രൂപ അങ്ങോട്ട് പോവുകയും ചെയ്തു. ആദ്യം 100, 200 ഒക്കെ ഇട്ട് കുറച്ച് 300 രൂപ അങ്ങോട്ട് തിരിച്ച് കിട്ടിയെന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിയാണ് ഗെയിം കളിക്കുന്നത്.
കളിക്കാൻ തുടങ്ങിയതും അവസാനം ദേ കിടക്കുന്ന 18ന്റെ പണിയും മേടിക്കുകയും ചെയ്ത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. ഈ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ വരികയൊക്കെ ചെയ്യും. അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രൊമോഷൻസ് ഒരുപാട് വരികയൊക്കെ ചെയ്യും. അന്നേരത്തെ കുറച്ച് പൈസയ്ക്ക് വേണ്ടി കാണിക്കുന്ന ഓരോ രീതികളാണ്. ഇവർക്ക് ഒരുപാട് പൈസ കിട്ടും, എങ്ങനെ പോലും 10, 50, 60 ഒക്കെ ലക്ഷം വരെ കിട്ടുന്ന രീതി വരെ പോവാം. പക്ഷെ നഷ്ടപ്പെടുന്ന ഒരുപാട് പാവങ്ങളുടെ അവസ്ഥയാണ്. എന്തായാലും ആ കുട്ടീൻ്റെ വോയിസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതേറ്റാണെച്ചാൽ ഞാൻ ഇതേപോലെ നമ്മുടെ മല്ലു ഫാമിലീസിന്റെ പിന്നെ വയനാട് ബ്ലോഗിന്റെയും പിന്നെ നമ്മുടെ തൊപ്പിച്ചാന്റെ ഗേൾഫ്രണ്ടിന്റെ ഒക്കെ അക്കൗണ്ടിൽ ഇങ്ങനെ കണ്ടപ്പോൾ റീൽസ് ഒക്കെ കണ്ടപ്പം ഇതേപോലെ ഞാൻ വെഡിങ്ങിന് കുറെ ഇതൊക്കെ ചെയ്തത്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ 100 രൂപ ഇട്ടപ്പോ എനിക്ക് പിന്നെ 300 രൂപയൊക്കെ കിട്ടി. അതൊക്കെ വിചാരിച്ച് അപ്പൊ അത് പിന്നെ ഭയങ്കര നഷ്ടമായി. അതിന് കുറെ ക്യാഷൊക്കെ ഇറങ്ങി. അങ്ങനെ ഭയങ്കര സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി. ഇവരൊക്കെ ഭയങ്കര വീടും ബംഗ്ലാവും എല്ലാം ഉള്ളവര്, നമ്മളൊക്കെ പാവപ്പെട്ടവര്. നമ്മള് അവര് കാണിക്കുന്ന ഓരോന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മള് ചെയ്യുമ്പോൾ എൻ്റെ ഇപ്പം 10,000 രൂപത്തോളം പോയി എൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചാൽ ഇവർ റിപ്ലൈ ഒന്നുമില്ല. അക്കൗണ്ടൊക്കെ പോയത് എന്തായാലും നല്ല കാര്യം. വീടും ബംഗ്ലാവും അതും ഇതും ഒക്കെ ഉണ്ടാക്കി ഇവർ ഈ ഇതുപോലെ ആപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട് ആൾക്കാരെ പറ്റിക്കുകയും ചെയ്യും. ഇവർ വലിയ വലിയ ബംഗ്ലാവും കാര്യങ്ങളും ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പാവങ്ങൾ എന്ത് ചെയ്യും? ഇവർ മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ തരത്തില്ലെന്നാണ് കൊച്ചു പറയുന്നത്. പിന്നെ ആ കൊച്ചിന്റെ ബാക്കിയും കൂടെ ഒരു വോയിസും കൂടെ ഉണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. പിന്നെ വേറെ ചേട്ടനൊക്കെ ബ്ലോഗ് ഇതിനേക്കാളും ഭയങ്കര നന്മ കാണിച്ച് നടക്കുക. ഭയങ്കര ഇതായിട്ട് വരാം. ചേട്ടനിപ്പോ ഈ വോയിസ് ഒക്കെ അയക്കുന്നത് ചേട്ടൻ എല്ലാ കാര്യത്തിലും റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിലും കൂടി റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വോയിസ് എല്ലാം ചേട്ടൻ അയക്കുന്നത്. ചേട്ടൻ മാക്സിമം ഇത് എല്ലാവരും എത്തിക്കാൻ നോക്ക് ചേട്ടാ. കാരണം ഇനി എന്റെ അവസ്ഥ തന്നെ മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ചേട്ടൻ ഈ വോയിസിനെ അയക്കുന്നത്. ബിഗ് വ്ളോഗ്സിന്റെ കാര്യം പറയുന്നത് പുള്ളിയും ഭയങ്കര ഊടായ്പ എന്നൊക്കെ പറയുന്നു. പുള്ളി ഒരുപാട് നന്മ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഒരുപാട് വീഡിയോസൊക്കെ ഈ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരൊക്കെ ഈ നന്മമരം കളിച്ച് 1 രൂപയുടെ അതും 2 രൂപയുടെ ഇതും ഒരുപാട് കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നില്ല? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇവരൊക്കെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആൾക്കാരെ ഒന്ന് കണ്ണിലാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇപ്പം എന്തുകൊണ്ട് അപൂർവമായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നൊന്നുമില്ല. ഇതുപോലുള്ള ഊടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ആൾക്കാർക്ക് ഭയങ്കര സ്നേഹം കാര്യങ്ങളൊക്കെയാണ്. ഇവൻ്റെയൊക്കെ ഉള്ളിലെ വിഷമൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം, ഇതിൽ ചെന്ന് പെടാൻ നിങ്ങളെപ്പോലെ കുറേ പാവങ്ങൾ മാത്രം. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള ഊടായ്പകളിലൊന്നും ചെന്ന് പെടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും സബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക.